Hello, good morning, everybody. How are you all? I hope all are fine. Are you happy today? Yeah, okay. Today we are going to learn about the second chapter in chemistry, that is periodic table. നമുക്കറിയാം നമ്മുടെ ആറ്റങ്ങൾ കൊണ്ടാണ് മോളിക്യൂൾസ് കൊണ്ടാണൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഒരുപാട് എലമെൻറ്റുകളെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് മൂലകങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൂലകങ്ങളെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ അടുക്കി വെച്ചതുപോലെ നമ്മുടെ എല്ലാ എലമെൻറ്റിനെയും എല്ലാ എലമെൻറ്റിനെയും അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അല്ലേ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഓരോ സെഷനായിട്ടല്ലേ. അതുപോലെ നമ്മുടെ എലമെൻറ്റുകളെ അടുക്കി പെറുക്കി ഓരോ പാർട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം മൂലകങ്ങളിലെ ലോഹങ്ങളുണ്ട്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, ഒരുപാട് ഗ്യാസസുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് വെക്കാതെ ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നമുക്ക് ആരാണ് ഫസ്റ്റിൽ പ്രപ്പോസ് ചെയ്ത് തന്നത്? ആരാണ് നമുക്ക് ഫസ്റ്റ് ഇങ്ങനൊരു പീരിയോഡിക് ടേബിൾ എന്ന കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവന്നത് ആരാണ്? അതേപോലെ ആ ഒരു പീരിയോഡിക് ടേബിൾ തന്നെയാണോ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, പുതിയ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടോ എങ്കിൽ അതാരാണ് കണ്ടെത്തിയത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന കൺസെപ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തന്നത്, നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നത് നമ്മുടെ മെൻഡലീവാണ് അല്ലേ. നമ്മുടെ പഴയ കാലത്ത് നമുക്ക് പീരിയോഡിക് ടേബിൾ നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നത് മെൻഡലീവ് എന്ന സയൻറ്റിസ്റ്റായിരുന്നു. മെൻഡലീവ് പീരിയോഡിക് ടേബിളിൽ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ആ ഒരു ലോ എന്തായിരുന്നു? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദ അറ്റോമിക് മാസ്. അതായത് അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്, അതേപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ്? എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗെദർ അല്ലേ. എന്താ ചെയ്തത്? ഒരേ ഗുണം കാണിക്കുന്ന ആളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഒരേ ഗുണം കാണിക്കുന്നവരെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അല്ലേ. നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ പോയാൽ എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. ദെൻ കോളംസ് വർ ലെഫ്റ്റ് വേക്കൻറ്റ് ഫോർ എലമെൻറ്റ്സ് വിച്ച് വർ നോട്ട് നോൺ അറ്റ് ദാറ്റ് ടൈം അല്ലേ. അതായത് ഇപ്പോൾ നിലവിൽ അവിടെ ഒരു എലമെൻ്റ് ഇല്ല, പക്ഷേ പിന്നീട് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു എലമെൻ്റ് അവിടെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വേക്കൻസി അവിടെ വെച്ചു, അവിടെ ഒരു കോളം ഒഴിച്ച് വെച്ചു, പ്രഡിക്റ്റ് ചെയ്തു അല്ലേ. ഇങ്ങനെ ഇവിടെ ഒരു എലമെൻ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോളം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിച്ചു വെച്ചു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നീട് വന്നിട്ടുണ്ട്, ഇതേപോലെ അവിടെയൊക്കെ എലമെൻറ്റുകൾ ഫിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ലേറ്റർ ദിസ് ലെഡ് ടു ദി കറക്ഷൻ ഓഫ് ദി റോങ്ലി ഡിറ്റർമൈൻഡ് അറ്റോമിക്, അതായത് അറ്റോമിക് മാസ് തെറ്റായതിനെയൊക്കെ തിരുത്തി പിന്നെ അറ്റോമിക് മാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കറക്ഷൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ് വരിക? എലമെൻറ്റ്സ് വിത്ത് ലാർജ്, നമ്മൾ നേരത്തെ പറഞ്ഞു എലമെൻറ്റുകളെ അവയുടെ ഒരേ പ്രോപ്പർട്ടി ഉള്ളവയെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, സീഷ്യം അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റലൊക്കെ നമുക്കറിയാം വളരെ സോഫ്റ്റ് മെറ്റൽസാണ് അല്ലേ. നമ്മൾക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് മെറ്റൽസാണ്. അപ്പോൾ ഈ മെറ്റൽസിനെ
ഹാർഡ് മെറ്റൽസിൻ്റെ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പരിമിതി ലിമിറ്റേഷൻസിൽ പെട്ടതാണ് അല്ലേ. ഒരിക്കലും സോഫ്റ്റ് മെറ്റൽസ് പോലെ ആണോ ഹാർഡ് മെറ്റൽസ്? നോ. അപ്പോൾ മെറ്റൽസ് എന്ന ഒരു കാറ്റഗറിയിൽ ഹാർഡ് മെറ്റൽസും സോഫ്റ്റ് മെറ്റൽസും വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലിമിറ്റേഷൻസാണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ഒരു പ്രോപ്പർ പൊസിഷൻ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അനദർ ലിമിറ്റേഷൻ. ദെൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് അല്ലേ. അദ്ദേഹം പീരിയോഡിക് ടേബിളിലെ അദ്ദേഹത്തിന് എലമെൻറ്റുകളുടെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ മാസ് എങ്ങനെയായിരുന്നു? ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു അദ്ദേഹം അറേഞ്ച് ചെയ്ത് വെച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെയും ഒരുപാട് പാളിച്ചകൾ വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം ഇതെന്തല്ല, ഈ ഒരു പീരിയോഡിക് ടേബിള് ഓക്കെ അല്ല അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഒരു നമ്മുടെ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഈ പീരിയോഡിക് ടേബിളിനെ നന്നായിട്ടൊന്ന് എടുത്ത് പരിശോധിച്ച് അദ്ദേഹം ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് സജസ്റ്റ് ചെയ്തു. ആ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആണ് ഇന്ന് നിലവിൽ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ? മോസ്റ്റ്ലി ഫോംഡ് ദ ബേസിസ് ഓഫ് ദ മോഡേൺ പീരിയോഡിക് ലോ. അദ്ദേഹവും ഒരു പീരിയോഡിക് ലോ കൊണ്ടുവന്നു. അദ്ദേഹം ഇൻ ദിസ് ടേബിൾ ദ എലമെൻറ്റ്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് അറ്റോമിക് നമ്പേഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ മെൻഡലിയുടെ പീരിയോഡിക് ടേബിളിൽ